ഇന്ന് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എനിക്കൊരു 6 മൂവാണ്ടൻ മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് മാവൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അടുത്ത ഒരു വീട്ടിൽ നിന്ന് തന്നതാണ്. അപ്പം ഞാനത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ചട്ടിയിലിട്ടിട്ട് 4 പച്ചമുളക് നല്ല എരിവുള്ള ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും കൂടി, കല്ലുപ്പാണ് ഇട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ടാണ്. അപ്പോൾ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് മാങ്ങ നികന്ന് നിൽക്കുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് വേവിച്ചെടുത്തു കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് നാളികേരം അരച്ച് ചേർക്കണമല്ലോ. അപ്പോൾ ഞാൻ നാളികേരം ഒന്ന് വെട്ടിയെടുക്കണം. അപ്പോൾ നല്ല മധുരമുള്ള വെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുടിച്ചു. പിന്നെ നാളികേരം ചിരകി. അപ്പോൾ നാളികേരം ഞാൻ കുറച്ച് ജീരകവും നല്ല ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നല്ല കട്ട തൈരിലാണ് ഞാനിത് അടിച്ചെടുക്കണത് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഞാനിതിൽ ഒഴിച്ചു കേട്ടോ. നല്ല കട്ടിക്കാണത് ഉണ്ടാക്കിയുള്ളത്. എന്തൊരു ടേസ്റ്റ് ആവുമെന്നോ. കാരണം ഇവിടെ എല്ലാവർക്കും ഇഷ്ടം മാമ്പഴപ്പുളിശ്ശേരി, എല്ലാവർക്കും ഇഷ്ടമായിരിക്കാം. പിന്നെ മാങ്ങ ഇത്തിരി മധുരമൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തു, ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തു. പിന്നെ താളിക്കാൻ വേണ്ടി ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കടുകും പിന്നെ കുറച്ച് ഉലുവയും കൂടിയിട്ട് പൊട്ടിച്ചു. പിന്നെ കുറച്ച് വറ്റൽമുളകും, ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ട് നന്നായി മൂത്ത് വന്നപ്പോൾ ഞാനതിലേക്ക് ഒഴിച്ചു കേട്ടോ. ഒഴിച്ചിട്ട് ഞാനത് കുറച്ച് നേരം മൂടി വെച്ചിട്ടാണ് ഞാൻ പിന്നെ തുറന്നത് കേട്ടോ. നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആരും ഇത് കണ്ടിട്ട് ഒരു കമൻ്റ് ഇടുകയൊന്നും ചെയ്യില്ല. എന്താണെന്നറിയില്ല, കൈ തട്ടിയിട്ട് പോലും ഒരു കമൻറ്റ് വരില്ല, അല്ലെങ്കിൽ ഒരു ലൈക്ക് വരില്ല. അത്രയും പിശുക്കാണ് കാണിക്കണത്, എന്താണെന്നറിയണില്ല. പിന്നെ എല്ലാവർക്കും ഞാൻ കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ കഴിക്കാത്തിരി ലേറ്റായിട്ടോ. അതിന് ശേഷമാണ് ഞാൻ എടുത്തത്. അപ്പം ഞാൻ ചോറും ഇത്തിരി മാമ്പഴപ്പുളിശ്ശേരിയും കൂടി എടുത്തിട്ട് ഞാനും കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇതുണ്ടാക്കുമെന്ന് അറിയാം. ഇതേപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ഇടണേ. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, പ്ലീസ്.